ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായം സൂറത്തു സഫ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ അവസാനത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ആ ആയത്ത് 14-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു സത്യവിശ്വാസികൾക്ക് ലാഭകരമായ ഒരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കച്ചവടത്തിലെ ലാഭങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എടുത്തു പറയുകയും ചെയ്തു. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും, താഴ്ഭാഗത്തുകൂടി പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ നമ്മെ പ്രവേശിപ്പിക്കും, സ്ഥിരതാമസത്തിൻ്റെ സ്വർഗത്തോപ്പുകളിൽ പാർപ്പിടവും നൽകും. അള്ളാഹു അടുത്ത ആയത്തിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസ്വാർ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, ഇത് പല പ്രാവശ്യം നമ്മൾ കേട്ട് മനസ്സിലാക്കിയതാണ്. ഇതിൻ്റെ അർത്ഥം ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലദീന എന്ന് ചേരുമ്പോൾ അല്ലദീന ആമനു വിശ്വസിച്ചവർ, അവർ വിശ്വസിച്ചു എന്നുള്ളത് വിശ്വസിച്ചവർ എന്നായിട്ട് മാറും, അല്ലെങ്കിൽ വിശ്വസിച്ചവരായ ഒരു കൂട്ടർ. അല്ലദീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ, അങ്ങനെയുള്ള ഒരു കൂട്ടർ എന്നൊക്കെയാണ്. യാ അയ്യുഹ എന്ന് അതിൻ്റെ മുമ്പിൽ ചേരുമ്പോൾ അതൊരു വിളിക്കാനുള്ള പദപ്രയോഗം ആയതുകൊണ്ട് അവരെ വിളിക്കലായിട്ട് മാറും. യാ അയ്യുഹ, അങ്ങനെയുള്ളവരെ എന്നുള്ള രൂപത്തിൽ അത് വിളിക്കലായിട്ട് മാറും. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ. കൂനു, കാന എന്ന് പറഞ്ഞാൽ ആണ്, ആയിരുന്നു, ആകുന്നു എന്നൊക്കെയാണ്. കുൻ എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ആവ്, അത് കൽപ്പനക്രിയയാണ്. കുൻ, നീ അങ്ങനെ ആവ്, ആവണം, നീ അങ്ങനെ ആയിത്തീരുക. അത് കുറേ ആളുകളോട് പറയുമ്പോൾ കൂനു, നിങ്ങൾ ആകുവീൻ, കൽപ്പനക്രിയയാണ് ബഹുവചന രൂപത്തിൽ. കുറേ ആളുകളോട് പറയുമ്പോൾ കൂനു, നിങ്ങൾ അങ്ങനെ ആയിത്തീരുവീൻ, നിങ്ങൾ അങ്ങനെ ആകുവീൻ. എന്താണ് ആവേണ്ടത്? അൻസ്വാർ അല്ലാഹി. നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണ്. നാസിർ, സഹായിക്കുന്നവൻ. അൻസ്വാർ എന്നുള്ളത് ബഹുവചന രൂപ. നാസിർ എന്നുള്ളതിൻ്റെ ബഹുവചന രൂപമാണ് അൻസ്വാർ, സഹായികൾ. അൻസ്വാർ അല്ലാഹി, അള്ളാഹുവിൻ്റെ സഹായികൾ. അപ്പോൾ കൂനു അൻസ്വാർ അല്ലാഹി എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികൾ ആകുവീൻ. ഏതുപോലെ? കമാ ഖാല ഈസ ഇബ്നു മറിയമ. കമാ, കമാ എന്ന് പറഞ്ഞാൽ അതുപോലെ. ക എന്ന് പറഞ്ഞാൽ പോലെ, മാ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ യാതൊന്ന്. കമാ, അതുപോലെ. ഏതുപോലെ? ഖാല, പറഞ്ഞു. അപ്പോൾ കമാ ഖാല, പറഞ്ഞതുപോലെ. ആര് പറഞ്ഞതുപോലെ? ഈസ ഇബ്നു മറിയമ, മറിയമിൻ്റെ മകനായിട്ടുള്ള ഈസ, അല്ലെങ്കിൽ മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ. ഈസ ഇബ്നു മറിയമ, ഇബ്നു എന്ന് പറഞ്ഞാൽ മകൻ. ഈസ ഇബ്നു മറിയമ, ഈസ ഇബ്നു മറിയമ എന്ന് പറയുമ്പോൾ മറിയമിൻ്റെ മകനായിട്ടുള്ള, മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ. അപ്പോൾ മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ പറഞ്ഞതുപോലെ. ആരോടാണ് പറഞ്ഞത്? ലിൽ ഹവാരിയീന. ഈ ഹവാരിയീൻ എന്നുള്ള പദം ഹൂർ എന്നുള്ള പദത്തിൽ നിന്ന് വന്നതാണ്. ഹൂർ എന്ന് പറഞ്ഞാൽ ശരിക്ക് വെളുത്തത് എന്നാണ്. ഹവാരിയ എന്ന് പറയുമ്പോൾ വെളുപ്പിക്കുന്നവൻ, അലക്കുകാരെയൊക്കെ അങ്ങനെ പറയും, അല്ലെങ്കിൽ നിഷ്കളങ്കർ, നിസ്വാർത്ഥർ എന്നുള്ള രൂപത്തിലൊക്കെ അത് പറയും. അപ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്ക് പിന്നീട് പറയാം. ഹവാരിയുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമായിട്ട് ഹവാരിയൂൻ. അത് ഇവിടെ ഗ്രാമർ അനുസരിച്ച് ലീ വന്നതുകൊണ്ട് ഹവാരിയൂൻ എന്ന് പറയില്ല, ഹവാരിയീൻ എന്നായി മാറി. രണ്ടും അർത്ഥം ഹവാരികൾ. എന്താണ് ഹവാരികൾ, ആരാണത് എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം.
ഈ ഹവാരിയൂൻ എന്നുള്ളത് ഒരു അറബി വാക്കല്ല എന്നുള്ളതാണ് കൂടുതൽ ഭാഷാ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. നമ്മൾ ഈ ഹൂറുൽ ഐൻ എന്നൊക്കെ പറയില്ലേ, ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വെളുത്ത വിശാലമായ കണ്ണുകളുള്ള സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലിൽ ഹവാരിയീന, ഹവാരികളോട്, മൻ ആരാണ് അല്ലെങ്കിൽ ആരുണ്ട്, അൻസ്വാരി, അൻസ്വാർ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ യാ ചേർത്തതാണ് എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി. അൻസ്വാർ എന്ന് പറഞ്ഞാൽ സഹായികൾ, അൻസ്വാരി എൻ്റെ സഹായികൾ. അപ്പോൾ മൻ അൻസ്വാരി, ആരാണ് എൻ്റെ സഹായികളായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരുണ്ട് എനിക്ക് സഹായികളായിട്ട്, ഇലല്ലാഹി അള്ളാഹുവിലേക്ക്, ആരുണ്ട് അള്ളാഹുവിലേക്ക് എനിക്ക് സഹായികളായിട്ട്. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസ്വാറുല്ലാ, ഖാല പറഞ്ഞു, അൽ ഹവാരിയൂന ഹവാരികൾ പറഞ്ഞു, നഹ്നു ഞങ്ങൾ, അൻസാറുല്ലാ അള്ളാഹുവിൻ്റെ സഹായികളാണ്, അല്ലെങ്കിൽ ഞങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ സഹായികളായിട്ട്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാണ്. ഫ ആമന ത്വാഇഫത്തുൻ, ഫ അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട്, ആമന വിശ്വസിച്ചു. ഇവിടെ ആമന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു താ ചേർത്തുണ്ട്, സുക്കൂനുള്ള താ. അത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാരണം തൊട്ട് ശേഷം ത്വാഇഫത്തുൻ എന്നുള്ള പദം വന്നത് അത് സ്ത്രീലിംഗാണ്. അപ്പോൾ ആ പദത്തിനനുസരിച്ച് ഫായിലിനനുസരിച്ച് ക്രിയയെ മാറ്റിയതാണ്. ഫായിൽ സ്ത്രീലിംഗ ആയതുകൊണ്ട് ഇതും സ്ത്രീലിംഗാക്കിയതാണ്. ഗ്രാമറിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഫ ആമനത്ത് വിശ്വസിച്ചു, അപ്പോൾ വിശ്വസിച്ചു, ത്വാഇഫത്തുൻ, ത്വാഇഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, ഒരു കൂട്ടർ. അപ്പോൾ ഒരു വിഭാഗം വിശ്വസിച്ചു. ഫ അപ്പോൾ ആമനത്ത് വിശ്വസിച്ചു, ത്വാഇഫത്തുൻ ഒരു വിഭാഗം. മിൻ ബനി ഇസ്രാഈല, മിൻ ഇൽ നിന്ന് അല്ലെങ്കിൽ അതിൽപ്പെട്ട, ബനി ഇസ്രായേൽ ഇസ്രായേൽ സന്തതികളിൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു കൂട്ടർ അപ്പോൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇസ്രായേലിൽപ്പെട്ട ഒരു കൂട്ടർ വിശ്വസിച്ചു, ഇസ്രായേലിൽ നിന്നുള്ള ഒരു വിഭാഗം അപ്പോൾ വിശ്വസിച്ചു. വ കഫറത്ത് ത്വാഇഫത്തുൻ, കഫറ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചു അല്ലെങ്കിൽ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു. വ അത്തിഫിൻ്റെ വാവാണ് ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ. അപ്പോൾ വ കഫറ എന്ന് പറയുമ്പോൾ അവിശ്വസിക്കുകയും ചെയ്തു. ഇവിടെ വ കഫറത്ത് എന്നാണ്. ഈ കഫറ എന്നുള്ളതിനെ സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിലൊരു സുക്കൂനുള്ള താവ് ചേർത്ത്, താവ് തേനീസ് എന്ന് പറയും, സ്ത്രീലിംഗാക്കാനുള്ള താവ്. അതിൻ്റെ കാരണം ശേഷം അത് ആരെക്കുറിച്ചാണോ പറയുന്നത് അത് ത്വായിഫത്താണ്, അത് സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്ത്രീലിംഗാക്കേണ്ടി വന്നത്. വ കഫറത്ത് അവിശ്വസിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നിഷേധിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ തള്ളിക്കളയുകയും ചെയ്തു. ത്വായിഫത്തുൻ ഒരു വിഭാഗം, ഒരു വിഭാഗം തള്ളിക്കളയുകയും ചെയ്തു. ഫ അയ്യദിനല്ലദീന ആമനു, ഫ അത് സബബിയായിട്ടുള്ള ഫ എന്ന് പറയും, ഫ സബബിയ എന്ന് പറയും, കാരണം പറയുന്ന ഫ. അക്കാരണത്താൽ അയ്യദിനല്ലദീന, അയ്യദിന, അയ്യദ എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി എന്നൊക്കെയാണ്. അയ്യദിന അവസാനത്തിൽ ന എന്ന് ചേരുമ്പോൾ നാം എന്നർത്ഥം കിട്ടും. അയ്യദിന നാം ശക്തിപ്പെടുത്തി, നാം ബലപ്പെടുത്തി. ഫ അയ്യദിന അപ്പോൾ നാം ശക്തിപ്പെടുത്തി, അപ്പോൾ നാം ബലപ്പെടുത്തി. ആരെ? അല്ലദീന ആമനു, തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ. അപ്പോൾ ഇവിടെ അത് മഫ്ഊലുൻ ബിയുടെ സ്ഥാനത്ത് വരുമ്പോൾ വിശ്വസിച്ചവരെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ. ഫ അയ്യദിനല്ലദീന ആമനു അപ്പോൾ നാം വിശ്വസിച്ചവരെ ശക്തിപ്പെടുത്തി, സത്യവിശ്വാസികളെ ശക്തിപ്പെടുത്തി. അലാ അദുവ്വിഹിം, അദുവ് ശത്രു, അദുവുഹും അവരുടെ ശത്രു. അതിന് മുമ്പിൽ അലാ ചേരുമ്പോൾ അദുവു എന്നുള്ളത് അദുവി എന്നാവും. അലാ അദുവ്വിഹിം അവരുടെ ശത്രുവിൻ്റെ മേൽ. അല എന്നുള്ളതിന് ഇവിടെ മേൽ എന്നോ അല്ലെങ്കിൽ എതിരെ എന്നുള്ളോ അർത്ഥം കൊടുക്കാം. അലാ അദുവ്വിഹിം അവരുടെ ശത്രുവിനെതിരിൽ അല്ലെങ്കിൽ അവരുടെ ശത്രുവിൻ്റെ മേൽ. ഫ അസ്ബഹു, ഫ അത്ഫിൻ്റെ ഫ ആണ് ചേർക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ. അസ്ബഹു, അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ്. അസ്ബഹു അവർ ആയിത്തീർന്നു. ഫ അസ്ബഹു അങ്ങനെ അവർ ആയിത്തീർന്നു. ളാഹിരീൻ ഈ പദം മുമ്പത്തെ ആയത്തുകളിൽ പഠിച്ചതാണ്. ലൊഹറ എന്ന് പറഞ്ഞാൽ വെളിവായി അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതിജയിച്ചു, വിജയിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. ളാഹിർ വിജയി, ളാഹിറൂൻ വിജയികൾ, വിജയിച്ചവർ. അപ്പോൾ ഫ അസ്ബഹു ളാഹിരീൻ, ഇവിടെ ളാഹിറൂൻ എന്നുള്ളത് ളാഹിരീൻ എന്നാക്കി. അതിൻ്റെ കാരണം നമുക്ക് അവസാനത്തിൽ ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. ഫ അസ്ബഹു ളാഹിരീൻ അപ്പോൾ അവർ വിജയികളായിത്തീർന്നു.
ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസ്വാർ അല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുവീൻ. കമാ ഖാല ഈസബിനു മറിയമലിൽ ഹവാരിയീന മൻ അൻസ്വാരി ഇലല്ലാഹ്, മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ ഹവാരികളോട് പറഞ്ഞതുപോലെ നിങ്ങളിൽ ആരുണ്ട് അള്ളാഹുവിലേക്കായിട്ടുള്ള എൻ്റെ സഹായികൾ. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഹവാരികൾ പറഞ്ഞു ഞങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ സഹായികളായിട്ട്. ഫ ആമന ത്വായിഫത്തും മിൻ ബനി ഇസ്രായീല വ കഫറ ത്വായിഫ, അപ്പോൾ ഇസ്രായേൽ സന്തതികളിലെ ഒരു വിഭാഗം വിശ്വസിക്കുകയും ഒരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു. ഫ അയ്യദിനല്ലദീന ആമനു അല അദുവിഹിം ഫ അസ്ബഹു ലാഹിരീൻ, അപ്പോൾ നാം സത്യവിശ്വാസികളെ അവരുടെ ശത്രുവിൻ്റെ മേൽ ശക്തിപ്പെടുത്തി, അങ്ങനെ അവർ വിജയികളായി തീർന്നു. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, കൂനു അൻസ്വാർ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുവീൻ. എന്താണ് അള്ളാഹുവിൻ്റെ സഹായികളെന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് മറ്റാരുടെങ്കിലും സഹായം വേണോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ? അള്ളാഹുവിന് ഒരാളുടെയും സഹായം വേണ്ട. എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹു ഉണ്ടാക്കിയതാണ് എല്ലാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. പിന്നെ എന്താണ് ഈ കൂനു നിങ്ങൾ ആയിത്തീരുക, ആവുക, അൻസ്വാർ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായികളാവുക എന്ന് പറഞ്ഞാൽ? അതൊരു സാഹിത്യ പ്രയോഗമാണ്. ഓരോ സത്യവിശ്വാസിയും അവരവരുടെ വാക്കുകൾ കൊണ്ട് ഈ മതത്തിൻ്റെ മഹത്വം അത് നിലനിർത്തേണ്ടതുണ്ട്. ഈ മതത്തിൻ്റെ ആ ഒരു വെളിച്ചം അത് ഉയർത്തിക്കാണിക്കേണ്ടതുണ്ട്. വാക്കുകൊണ്ട് മാത്രമല്ല, ധനം കൊണ്ട്, അവരവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒക്കെ ഈ മതത്തിൻ്റെ ആ ഒരു സുന്ദരമായ രൂപം ആളുകളുടെ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ആശയങ്ങൾ അതിൽ യാതൊരു തെറ്റും കൂടാതെ എല്ലാ ആളുകളുടെയും മുമ്പിൽ അത് ഉയർത്തിക്കാണിക്കുക, നമ്മളുടെ ജീവിതം നന്നാക്കുക, നമ്മളത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ദഅവത്ത് നടത്തുക, പ്രബോധനം നടത്തുക, നമ്മുടെ സമ്പത്ത് അതിനു വേണ്ടി ചിലവാക്കുക, നമ്മുടെ സമയം ചിലവാക്കുക. അതിനെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശരിയായ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിനെ പ്രതിരോധിക്കുക. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യുക, എല്ലാം അതിനകത്ത് പെടും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവുക. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്, കമാ ഖാല ഈസബിനു മറിയമലിൽ ഹവാരിയീന മൻ അൻസ്വാരി ഇലല്ലാഹ്, മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഹവാരികളോട് പറഞ്ഞതുപോലെ നിങ്ങളിൽ ആരുണ്ട് എനിക്ക് സഹായം നൽകാൻ അള്ളാഹുവിലേക്കായി. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈസബിനു മറിയം എന്താണ് പറഞ്ഞത്? മൻ അൻസ്വാരി, ആരുണ്ട് എൻ്റെ സഹായികളാവാൻ, എനിക്ക് സഹായം നൽകാൻ. അപ്പോൾ നമ്മൾ പ്രവാചകന്മാർക്ക് നൽകുന്ന സഹായവും അള്ളാഹുവിലേക്കുള്ള സഹായമാണ്. ഇലല്ലാഹി, അത് അള്ളാഹുവിലേക്കാണ്. ആ ഒരു ദീൻ നിലനിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച യഥാർത്ഥ ദീനിൻ്റെ ആ ഒരു പ്രൗഢിയും മഹത്വവും അതിന് യാതൊരു കോട്ടവും തട്ടാത്ത രൂപത്തിൽ സത്യവിശ്വാസികൾ ജീവിക്കുക, അതൊക്കെ അള്ളാഹുവിലേക്കുള്ള സഹായമാണ്. അതൊക്കെയാണ് സഹായം. അപ്പോൾ ഇവിടെ കമാ ഖാല ഈസബിന് മറിയമ, ഈ മറിയമിൻ്റെ പുത്രനായിട്ടുള്ള ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ആരോടാണ് പറഞ്ഞത്? ലിൽ ഹവാരിയീന. ഈ ഹവാരികൾ എന്ന് പറഞ്ഞാൽ ഹവാരിയൂൻ, ഹവാരിയീൻ എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ട് ആരെക്കുറിച്ചാണ് എന്നുള്ളതിൽ അവ്യക്തതയുണ്ട്. എങ്കിലും ആ നാട്ടിലുണ്ടായിരുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന 12 പ്രധാനപ്പെട്ട ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കൂടുതലും പ്രബലമായ അഭിപ്രായം. അപ്പോസ്തലന്മാർ എന്നുള്ള രൂപത്തിലൊക്കെ അറിയപ്പെടുന്നു, സന്ദേശവാഹകർ, ദൂതന്മാർ. അവരെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റു നാടുകളിലേക്ക് ഈ ഒരു മതം അറിയിച്ചു കൊടുക്കാനായി പറഞ്ഞയച്ചത്. അവരിലൂടെ ഒരുപാട് ആളുകൾക്ക് ഈ മതത്തിൻ്റെ വെളിച്ചം കിട്ടി. അവരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രധാനമായിട്ടും വന്ന ഒരു അഭിപ്രായം. അപ്പോൾ ആ ആളുകളോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആരുണ്ട് അള്ളാഹുവിലേക്കായി എന്നെ സഹായിക്കാൻ? ആ സമയത്ത് അവർ പറഞ്ഞു, ഖാലൽ ഹവാരിയൂന, ഹവാരികൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാണ്, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവരിലൂടെ കുറേ ആളുകൾ ഈ ഒരു മതത്തിലേക്ക് വന്നു, കുറേ ആളുകൾ സത്യവിശ്വാസികളായി. ബനു ഇസ്രായേലിൽപ്പെട്ട കുറേ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഫ ആമന ത്വായിഫ, കുറേ ആളുകൾ, ഒരു വിഭാഗം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നാൽ അത് സ്വീകരിക്കാത്ത ആളുകളുണ്ട്.
വ കഫറ ത്വായിഫ, ഒരു വിഭാഗം ആളുകൾ അവിശ്വസിച്ചു, വിശ്വസിക്കാത്ത ആളുകളുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ക്രിസ്ത്യാനികളല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സത്യവിശ്വാസികൾ അഥവാ മുസ്ലിങ്ങളായിരുന്നു. പിന്നെ അത് വിശ്വസിക്കാത്ത ആളുകൾ ജൂതന്മാരുമായിരുന്നു. ക്രിസ്ത്യാനികളൊക്കെ പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച കാര്യങ്ങൾ അത് പല രൂപത്തിലും മാറ്റിമറിക്കപ്പെട്ടു. അങ്ങനെ മാറ്റിമറിച്ച് അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്നെ ആരാധിക്കുന്ന വിഭാഗമുണ്ടായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ടായി. ആ രൂപത്തിലൊക്കെ പലതരത്തിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വന്നപ്പോഴാണ് അത് ആ കൂട്ടരൊരു പുതിയ മതമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുവാനാണ്. അത് അനുസരിച്ചുകൊണ്ടാണ് ആ നാട്ടിലെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ജീവിച്ചത്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല, അതിനെതിർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അത് ജൂതന്മാരാണ്. അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ചിട്ടില്ല. പിന്നീട് അള്ളാഹു പറയാണ് ഫ അയ്യദിനല്ലദീന ആമനു, അങ്ങനെ ആ സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി, അല അദുവിഹിം, അവരുടെ ശത്രുക്കളുടെ മേൽ, ഫ അസ്ബഹു ലാഹിരീൻ, അങ്ങനെ അവർ വിജയികളായി തീർന്നു. ഇവിടെ അവർ വിജയികളായി തീർന്നു എന്ന് പറയുമ്പോൾ അത് ആ കാലഘട്ടത്തിൽ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ തന്നെയാണോ നടന്നത്, അതല്ല പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ തെളിവുകളോട് യോജിച്ച് നിൽക്കുന്നത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂട്ടമായി ആളുകൾ ഈ മതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ശത്രുക്കളുടെ മേൽ വളരെ വലിയ വിജയം നേടി. വിജയം എന്നുള്ളത് യുദ്ധത്തിലൂടെയുള്ള വിജയം എന്ന് മാത്രമല്ല, വിജയം എന്ന് പറയുമ്പോൾ പ്രമാണങ്ങളിലൂടെ, അതായത് കൃത്യമായി കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കി ആ തരത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി ഈ ദീനിലേക്ക് വന്നു. അങ്ങനെ ഈ മതത്തിന് ഒരുപാട് വിജയമുണ്ടായി. പിന്നെ മറ്റൊരു അഭിപ്രായം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് തന്നെ, അന്ന് തന്നെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി, സത്യവിശ്വാസികളും ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അള്ളാഹു സത്യവിശ്വാസികളെ സഹായിച്ചു. അങ്ങനെ ആ ശത്രുക്കൾ പരാജയപ്പെട്ടു, സത്യവിശ്വാസികൾ വിജയിച്ചു എന്നാണ് മറ്റൊരു അഭിപ്രായം. പക്ഷേ അതിന് കാര്യമായ തെളിവുകളില്ല. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ സഹായികളാവണം എന്ന് പറഞ്ഞാൽ, എന്താണോ അള്ളാഹു പറഞ്ഞ മതം, എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, അതിൽ അടിയുറച്ച് വിശ്വസിച്ച് അത് ജീവിതത്തിൽ പകർത്തി ഏറ്റവും നല്ല വ്യക്തികളായി ജീവിക്കേണ്ടവരാണ് നമ്മൾ. മറ്റുള്ള ആളുകൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കാതെ അള്ളാഹു എന്താണോ നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ അത് കൃത്യമായി അനുസരിക്കുകയും അത് അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്ത് സമാധാനപൂർവമായ ഒരു ജീവിതം നയിക്കേണ്ട ആളുകളാണ് സത്യവിശ്വാസികൾ. അത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ദീൻ പഠിക്കണം. നമ്മൾ ദീൻ പഠിക്കണം. നമ്മൾ ദീൻ പഠിക്കാതെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ സഹായികളാകുക? ആദ്യം നമ്മൾ ദീൻ പഠിക്കണം, അതിന് നമ്മൾ മുന്നോട്ട് വരണം. പക്ഷെ പലപ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ഒരു ഭൗതികമായ ജീവിതത്തിന് അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് മാത്രമായി ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്നുള്ളത് സ്വന്തം വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്യാനുള്ള ചില കർമ്മങ്ങൾ മാത്രമാണ്. അതല്ല ദീൻ. അള്ളാഹുവിൻ്റെ ദീൻ അതല്ല. അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ സഹായിക്കാനും പറ്റില്ല. അപ്പോൾ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ദീൻ പഠിക്കണം. നമ്മളുടെ വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ധനം കൊണ്ടും നമ്മുടെ സമയം കൊണ്ടുമൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ ഒരു മതത്തിൻ്റെ മഹിമ അത് ഉയർത്തിക്കാണിക്കണം. ആ സത്യസന്ധതയും അതിൻ്റെ തെളിമയും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് ആളുകൾക്ക് കിട്ടാതെ പോകരുത്. ആളുകൾക്കത് അവർ സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അതിലാരും കൈകടത്താൻ പാടില്ല. പക്ഷെ അറിയിച്ചു കൊടുക്കൽ എന്നുള്ളൊരു വിവരം എന്നുള്ള ഒരു കാര്യം അത് നമ്മളുടെ മേൽ ബാധ്യതയാണ്. ഈ ഒരു രൂപത്തിലാണ് നമ്മളിതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഈ ഒരു ആയത്തിൽ ഈസാ എന്നുള്ളൊരു പദപ്രയോഗം വന്നു. ഈ സൂറത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരെടുത്ത് പറയുന്നത്. ഒരേ സൂറത്തിൽ 2 പ്രാവശ്യം ഈ രൂപത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പറയുന്നത് ഇവിടെ മാത്രമാണ്. ആകെ 25 പ്രാവശ്യം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പറഞ്ഞതിൽ 2 പ്രാവശ്യം ഇവിടെയാണ് വരുന്നത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയുന്നത്, 136 തവണ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രാവശ്യം ഇവിടെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹ, ഇത് മുമ്പൊക്കെ പറഞ്ഞു പോയതാണ്. അതായത് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ്. യാ എന്നുള്ളതൊരു പദം, അയ്യുഹ എന്നുള്ളത് മറ്റൊരു പദം. അടുത്തടുത്ത് മദ്ദും ഹംസയും വന്നു കഴിഞ്ഞാൽ അത് വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മദ് മുൻഫസിൽ. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ അൻസ്വാറല്ല, അവിടെയും അങ്ങനെ തന്നെ. കൂനൂ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ് നീട്ടാനുണ്ടല്ലോ, നൂ എന്ന് നീട്ടാനുണ്ട്. പിന്നീട് വന്നത് അൻസ്വാറല്ല, അവിടെ ഹംസ വന്നു. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണ് വന്നത്, പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ്. കൂനൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് മദ്, അൻസ്വാറല്ല എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അപ്പോൾ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. അത് സൂചിപ്പിക്കാൻ വേണ്ടി ആ മുകൾ ഭാഗത്തൊരു മദ്ദിൻ്റെ ഒരു ദൈർഘ്യത്തിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ടാവും. അൻസ്വാറല്ല, അവിടെ സ്വാദിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. അതിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം. ആസ്വാർ, അൻ എന്ന് പറയില്ല, നൂനിനെ വെളിവാക്കാൻ പാടില്ല. അൻ എന്ന് പറയില്ല, ആസ്വാറല്ല. കമാ ഖാല ഈസബ്നു മറിയമ, ഈസബ്നു എന്നുള്ളിടത്ത് ബാഇന് സുക്കൂന് വന്നു. ബാഇന് സുക്കൂന് കണ്ടാൽ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയണം. ബ് എന്നുള്ളത് എടുത്തു പറയണം. ഈസബ്നു മറിയമ ലിൽ ഹവാരിയീന മൻ അൻസ്വാരി, ഇവിടെ മൻ നൂനിന് സുക്കൂന് വന്നു. ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. സുക്കൂനുള്ള നൂന് വരുന്നത് ഹംസയുടെ മുമ്പാണെങ്കിൽ ആ സുക്കൂനുള്ള നൂനിനെ വെളിവാക്കി പറയണം, ഇൽഹാർ ചെയ്യണം. അപ്പോൾ മൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അങ്ങനെ ഇൽഹാർ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ മാത്രം നൂനിൻ്റെ പുള്ളിക്ക് പുറമെ ആ ഒരു സുക്കൂനിൻ്റെ അടയാളം അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അൻസ്വാരി, അവിടെ സ്വാദിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. അൻസ്വാരി എന്നുള്ളടുത്ത് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അൻസ്വാരി ഇലല്ല, അൻസ്വാരി എന്നുള്ളതിൽ റാഇന് കസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അവിടെ ഒരു മദ് വരുന്നുണ്ട്, അൻസ്വാരി എന്നുള്ളിടത്ത് രീ എന്നുള്ള മദ് വരുന്നു. അതിനുശേഷം ഇല, അത് അതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിൽ. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ഇലല്ലാഹി, ഇലല്ലാഹി കഴിഞ്ഞിട്ട് അവിടെ ഒരു സുലി കാണാം, സ്വാദുല്ലാമും. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, പക്ഷേ നിർത്താതെ കൂട്ടി ഓതലാണ് ഏറ്റവും ഉത്തമം. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ ഇലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. അപ്പോൾ ആ അള്ളാഹു എന്നുള്ള പദത്തിലെ അവസാനത്തെ ഹാന് സുക്കൂനിടും, ഇലല്ലാഹ്. അങ്ങനെയാവുമ്പോൾ ആ അള്ളാഹ് എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. ഇലല്ലാഹ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നീട്ടാതെ ഇലല്ലാഹ് എന്ന് മാത്രവും പറയാം. നിർത്താതെ കൂട്ടി ഓതുകയാണെങ്കിൽ ഇലല്ലാഹി ഖാല, അങ്ങനെ ആ തരത്തിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്തു പോകും. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസ്വാറു, അവിടെ ഇനി പറയണ്ടല്ലോ, സ്വാദിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അൻസാറുല്ലാഹി അവിടെ കഴിഞ്ഞിട്ടും ഒരു സുലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. നിർത്തുകയാണെങ്കിൽ അൻസാറുല്ലാഹ്, ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തെ ഹാന് സുക്കൂന് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ലാ എന്നുള്ള ആ ഒരു ഉച്ചാരണം, ആ ഒരു ദൈർഘ്യം 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാൻ അനുവാദമുണ്ട്. അപ്പോൾ അൻസാറുല്ലാഹ്. ഫ ആമനത്ത് ത്വാഇഫ, ഇവിടെ ശ്രദ്ധിക്കണം, ഫ ആമനത്ത് എന്നാണ് അവിടെ. സുക്കൂനുള്ള ത ആണ്, അതിൻ്റെ സുക്കൂൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, ആ 2 പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സുക്കൂനിൻ്റെ സമയത്ത് സുക്കൂൻ ഇടണമെന്നില്ല. ഫ ആമനത്ത് എന്നാണത്. പിന്നെ വരുന്ന അക്ഷരം ത്വാ ആണ്. ത്വാഉം താഉം ഇത് രണ്ടും ഒരേ മഹ്റജിൽ നിന്ന്, ഒരേ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളാണ്. നമ്മുടെ വായിൻ്റെ ഉള്ളിൽ ഒരേ സ്ഥലത്തു നിന്നാണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ ഒരേ മഹ്റജിൽ നിന്ന്, ഒരേ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് 2 വ്യത്യസ്ത അക്ഷരങ്ങൾ വരികയാണെങ്കിൽ, അങ്ങനെയുള്ള അക്ഷരങ്ങൾ ഒരേ സ്ഥലത്ത് വന്ന് അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തേന് ഹർക്കത്തും രണ്ടും കൂടെ ചേർത്ത് ലയിപ്പിച്ചിട്ടാണ് പറയാം. ഇദ്ഗാം മുത്തജാനിസൈനി എന്നാണ് അതിന് പറയാം, ആ നിയമത്തിന് പറയാം. ഇദ്ഗാം മുത്തജാനിസൈനി. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ലയിപ്പിക്കുമ്പോൾ ഇദ്ഗാം മുത്തമാസിലൈനിയാണ്. ഇത് ഇദ്ഗാം മുത്തജാനിസൈനി. ഇവിടെ ത എന്നുള്ള അക്ഷരമുണ്ട്, ത്വാ എന്നുള്ള അക്ഷരമുണ്ട്. രണ്ടും ഒരേ ഉത്ഭവസ്ഥാനം. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂന്, രണ്ടാമത്തേന് ഹർക്കത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തേലേക്ക് ലയിപ്പിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ആ രണ്ടാമത്തെ അക്ഷരത്തിന് ഷെദ്ദുള്ള പോലെ, അതായത് രണ്ടാമത്തെ അക്ഷരം ഇരട്ടിക്കും, 2 ത്വാ ഉള്ള പോലെ ഉണ്ടാവും. അതാണ് അവിടെ ഷെദ്ദിട്ട് കൊടുക്കാൻ കാരണം. ശരിക്കും ത്വാഇഫത്തിനൊരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ ഷെദ്ദുള്ള ത്വാ അല്ലല്ലോ എഴുതുക, വെറും ത്വാ എഴുതുക. പക്ഷേ ഈ ആദ്യത്തെ ത ഇതിലേക്ക് ലയിപ്പിച്ചത് കൊണ്ടാണ് ഈ രണ്ടാമത്തെ ആ ത്വാ എന്നുള്ളതിന് ഷെദ്ദ് കിട്ടിയത്. അപ്പോൾ പാരായണം ചെയ്യുമ്പോൾ ഫ ആമന ത്വാഇഫ, ആദ്യത്തെ ത പറയണ്ട, രണ്ടാമത്തെ ആ ഷെദ്ദുള്ള ത്വാ മാത്രം പറഞ്ഞാൽ മതി. ഫ ആമന ത്വാഇഫ.
ത്വാഇഫ എന്നുള്ള സ്ഥലത്ത് ത്വാ എന്നുള്ള നീട്ടലുണ്ട്, ശേഷം ഹംസയാണ്. ഇത് ഒറ്റ പദത്തിൻ്റെ ഉള്ളിലാണ് വന്നത്. മദ്ദും ഹംസയും അടുത്തടുത്തുണ്ട്, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ നിർബന്ധമാണ് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടൽ. അതിനെ മദ് മുത്തസിൽ എന്നാണ് പറയാം. നേരത്തെ പറഞ്ഞത് മദ് മുൻഫസിലായിരുന്നു വ്യത്യസ്ത പദങ്ങളിൽ, അത് നിർബന്ധമല്ല, ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ ത്വാഇഫ, അവിടെ ആ ഒരു ത്വാ എന്നുള്ള നീട്ടൽ നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം. ഇനി ത്വാഇഫത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അതിനുശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ത്വാഇഫത്തും മിൻ, അവിടെ മീം ഇരട്ടിച്ച പോലെ പറഞ്ഞാൽ മതി. മീമിന് ശബ്ദോടുകൂടി മണിച്ചിട്ട് പറയാം. മിം ബനി എന്നുള്ള സ്ഥലത്ത് ബാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു. അങ്ങനെ വന്നാൽ ബാഇൻ്റെ മുമ്പ് തൻവീനോ സുക്കൂണിലെ നൂനോ വന്നാൽ ആ സുക്കൂണിലെ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ അവിടെ എൻ എന്നുള്ള ഉച്ചാരണം കൊടുക്കാതെ എം, അതായത് മീമിൻ്റെ ഉച്ചാരണം കൊടുക്കുക. ഇഖ്ലാബ് എന്നാണ് നിയമത്തിൻ്റെ പേര്. അങ്ങനെ അതിനെ കാണിക്കാൻ വേണ്ടി ഒരു മീം അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഒരു വാല് താഴേക്കുള്ള മീമാണ് അത്തരം സന്ദർഭങ്ങളിൽ കൊടുക്കുക. അപ്പോൾ അവിടെ പാരായണം ചെയ്യുമ്പോൾ മിൻ എന്ന് പറയരുത്, മിം, മീമിലേക്കാണ് പോകേണ്ടത്. ഒരു സാവകാശമുള്ള മീമിലേക്കുള്ള പോക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ മിം ബനി, ബനി എന്നുള്ളിടത്ത് നീട്ടാനുണ്ട്. കാരണം ആ നൂനിന് നീ എന്നുള്ള നീട്ടൽ മദ്, അത് കഴിഞ്ഞതിന് ശേഷം ഹംസയാണ് വന്നത്. മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലായതുകൊണ്ട് നീട്ടൽ നിർബന്ധമില്ല. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ് മുൻഫസിൽ. ഇസ്രായേൽ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഒരു നീട്ടൽ വരുന്നുണ്ട്, ഇസ്രാ എന്നുള്ള നീട്ടൽ. അതിനുശേഷം ഹംസയാണ്. അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, പക്ഷേ അത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ട് നീട്ടണം, ഇസ്രായേൽ. അപ്പോൾ ഈ ഒരു ആയത്തിൽ മദ് മുൻഫസിലും മദ് മുത്തസിലും ആവർത്തിച്ച് വരുന്നുണ്ട്. ഇനി വ കഫറത്ത് ത്വാഇഫ, അവിടെ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കഫറത്ത്, അവിടെ താ, സുക്കൂണിലെ താ വന്നു, അടുത്ത അക്ഷരം ത്വാ ആണ്. അപ്പോൾ ത്വാഇൻ്റെ മുമ്പ് സുക്കൂണിലെ താ വന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന വ്യത്യസ്ത അക്ഷരങ്ങളായതുകൊണ്ട് ഇദ്ഗാം മുത്തജാനിസൈനി, രണ്ടും കൂടെ ചേർക്കുക. അപ്പോൾ വ കഫറത്ത് എന്ന് പറയില്ല, വ കഫറത്ത് ത്വാഇഫ, ആ ത്വാഇൻ്റെ ശബ്ദമേ കേൾക്കുകയുള്ളൂ. ത്വാഇഫ എന്നുള്ളതിൻ്റെ ഉള്ളിലുള്ള മദ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മദ് മുത്തസിലാണ്. നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം. കാരണം മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത് ഒരേ പദത്തിലാണ്. ത്വാഇഫത്തുൻ എന്നുള്ളത് കഴിഞ്ഞിട്ടൊരു സിലി കാണാം. അവിടെ പാരായണം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. നിർത്തണമെങ്കിൽ നിർത്താം, പക്ഷേ നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ ത്വാഇഫത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ താ സുക്കൂനുള്ള ഹാ ആണെന്ന് വിചാരിക്കണം. സുക്കൂനുള്ള താ അല്ല, സുക്കൂനുള്ള ഹാ. അപ്പോൾ ത്വാഇഫ ഹ് എന്നുള്ള ശബ്ദത്തിലേക്കാണ് പോകേണ്ടത്. ഇവിടെ പലപ്പോഴും തെറ്റിയിട്ട് ആളുകൾ ത്വാഇഫത്ത് ത് എന്നുള്ള ഉച്ചാരണത്തിലേക്ക് പോകും. അല്ല, അത് ഹാ ആണെന്ന് വിചാരിക്കുക, സുക്കൂനുള്ള ഹാ. അപ്പോൾ ത്വാഇഫ ഹ് എന്നുള്ള ഉച്ചാരണത്തിലേക്കാണ് പോകേണ്ടത് അവിടെ നിർത്തുകയാണെങ്കിൽ. പക്ഷേ നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നിർത്താതെ ഓതുമ്പോൾ ത്വാഇഫത്തുൻ എന്നുള്ളതിൻ്റെ തൻവീനെ പരിഗണിക്കണം. ആ തൻവീന് ശേഷം പിന്നീട് വരുന്നത് ഫ ആണ്. ഫ അയ്യദന എന്നുള്ളതിൽ ഫ ആണ്. ഫിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ത്വാഇഫത്തോ ഫ അയ്യദിനല്ലദീന, ഫ അയ്യദ് എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു ദാലിന് സുക്കൂന് വന്നു, അയ്യദ്. അത് എടുത്ത് പറയണം, കൽക്കലത്തിൻ്റെ അക്ഷര. കുത്തുബ് ജദ്, ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും എടുത്ത് പറയണം, നമുക്കറിയാവുന്നത്. അപ്പോൾ അയ്യദ്, ദ് എന്നുള്ളത് വെളിവായി കേൾക്കണം, പുറത്തേക്ക് കേൾക്കണം. അയ്യദിനല്ലദീന ആമനു അലാ അദുവ്വിഹിം ഫ അസ്ബഹു ളാഹിരീൻ. ളാഹിരീൻ എന്നുള്ളതിൽ റാഇന് കസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അവസാനത്തെ നൂനിന് സുക്കൂനിട്ടിട്ട് നിർത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള രീ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അത് മദ് ആരികളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലെ പാരായണ നിയമങ്ങൾ. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ഇനി നമുക്ക് ഗ്രാമറിലേക്ക് പോകാം. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ്, നമുക്കറിയാം. യാ അയ്യുഹല്ലദീന ആമനു കൂനു. ഈ കൂനു എന്നുള്ളത് ശരിക്കും കാനയിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ കാനയുടെ നിയമങ്ങളൊക്കെ കാനയുടെ ഇത്തരം രൂപങ്ങൾക്കും
ബാധകമാണ്. കാന വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കാന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് കാനയുടെ ഇസ്മ, അതേപോലെ അതിൻ്റെ ഒരു വിവരണമായിട്ട് വരുമ്പോൾ അത് കാനയുടെ ഖബർ. കാനയുടെ ഇസ്മിന് റഫ് ആയിരിക്കും, കാനയുടെ ഖബറിന് നെസ്ബായിരിക്കും. സാധാരണ റഫ് സൂചിപ്പിക്കുക ലമ്മ കൊണ്ടായിരിക്കും, നെസ്ബ് സൂചിപ്പിക്കുക സാധാരണഗതിയിൽ ഫത്ത കൊണ്ടായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുക, ആ കാനയെ പോലെ തന്നെയാണ് കൂനു എന്ന് വന്നാലും കൂനു അൻസ്വാറ. അപ്പോൾ ഇവിടെ കൂനു എന്ന് പറയുമ്പോൾ കൂനു അവസാനത്തിലൊരു വാവുണ്ടല്ലോ, അതാണ് ശരിക്കും ഫായിൽ, അതാണ് കാനയുടെ ഇസ്മ അല്ലെങ്കിൽ കൂനു എന്നുള്ളതിൻ്റെ ഇസ്മ അതാണ്. അതിന് റഫ് ആണ്, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. ഇനി ഖബർ അൻസ്വാർ എന്നുള്ള പദമാണ്, അത് ഖബർ ആയതുകൊണ്ട് അതിന് നെസ്ബ് കിട്ടണം. അതുകൊണ്ടാണ് അൻസ്വാറ എന്ന് ആ അവസാനത്തിൽ ഫത്ത് കൊടുത്തുകൊണ്ട് എഴുതാനുള്ള കാരണം അതിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അൻസ്വാറ. ഇനി അൻസ്വാർ അല്ലാഹി എന്ന് എടുക്കുകയാണെങ്കിൽ അൻസ്വാർ എന്നുള്ള പദത്തെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലേഹിയാണ്. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, സാധാരണഗതിയിൽ കെസറുണ്ട് അല്ലെങ്കിൽ കെസർ തൻവീനുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹി എന്ന അവസാനത്തിൽ കെസറിട്ട് എഴുതിയത്, അൻസ്വാർ അല്ലാഹി. ഇനി കെമാ ഖാല ഈസ ബിനു മറിയമ, കെമാ എന്നുള്ളത് ജാർ മജ്റൂർ എന്ന് പറയും, ക എന്നുള്ളത് ഹർഫ് ജറാണ്, മാ എന്നുള്ളത് ഇസ്മ മൗസൂൽ. അപ്പോൾ കെമാ എന്നുള്ളത് ജാർ മജ്റൂർ എന്നാണ് പറയാം. ഖാല അത് മാദി ആയിട്ടുള്ളൊരു പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. ഈസ എന്നുള്ളത് അതിൻ്റെ ഫായിലാണ്. ഖാല പറഞ്ഞു, ആരാ പറഞ്ഞത്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ ഈസ എന്നുള്ളത് ഫായിലാണ്, സബ്ജക്റ്റാണ്, കർത്താവാണ്. അവിടെ ഈസ എന്നുള്ള പദം ഫായിലായതുകൊണ്ട് ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. പക്ഷേ എപ്പോഴും ആ റഫ് ലമ്മിൻ്റെ രൂപത്തിൽ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മൾ റഫ് എന്ന് കേട്ടാൽ ഉടനെ ലമ്മായിരിക്കും എന്നാണ് വിചാരിക്കുക, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ ഈസ എന്നുള്ള പദത്തിന് റഫ് ആണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ അതിന് ലമ്മ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അതിന് റഫ് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരം വന്നു, അലിഫ് മക്സൂറ എന്ന് പറയും. ആ എന്നുള്ള ഉച്ചാരണത്തിന് വേണ്ടി യാ കൊടുക്കും. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ അലിഫ് മക്സൂറ എന്ന് പറയാം. അപ്പോൾ ഇതിന് ഇല്ലത്തിൻ്റെ അക്ഷരം വന്നപ്പോൾ അവിടെ നമുക്ക് അതിന് ഹർക്കത്തിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അതിന് റഫ് കിട്ടിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഈസബിനു, ഇബിനു എന്നുള്ള പദം ആ ഈസ എന്നുള്ള പദത്തിൻ്റെ വിവരണമാണ്. അതുകൊണ്ട് അതിനെ ബദൽ എന്ന് പറയും. ആ ഈസ എന്നുള്ള പദത്തിന് ബദലായി നിൽക്കുന്നതാണിത് ഇബിനു, അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇബിനു മറിയമ്മ എന്നുള്ളത്. അപ്പോൾ ബദലിന് ഏതിൻ്റെ ബദലായിട്ടാണോ വന്നത് ആ അതേ പദത്തിൻ്റെ ഇറാബ കിട്ടുക. ഈസ എന്നുള്ളതിന് റഫ് കിട്ടിയതായതുകൊണ്ട് ഫായിലായതുകൊണ്ട് റഫാണല്ലോ, അതുകൊണ്ട് ഇബിനു എന്നുള്ളതിനും റഫ് തന്നെയാണ്. ഇബിനു എന്നുള്ളതിൻ്റെ റഫ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, അവിടെ ലമ്മിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇബിനു എന്നുള്ള പദത്തെ മറിയം എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. അപ്പോൾ മറിയം എന്നുള്ള പദം മുലാഫിൻ ഇലേഹിയാണ്, മറിയമിൻ്റെ പുത്രൻ എന്നല്ലേ, അപ്പോൾ മുലാഫിൻ ഇലേഹിയാണ്. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, പക്ഷേ ജറും നേരത്തെ സൂചിപ്പിച്ച പോലെ എപ്പോഴും കെസർ കൊണ്ട് തന്നെ ആവണമെന്നില്ല. സാധാരണഗതിയിൽ കൂടുതലും അങ്ങനെയാണ് കാണുക, കെസറോ കെസർ തൻവീനോ ഒക്കെ. പക്ഷെ ഇവിടെ നോക്കൂ, മറിയം എന്നുള്ള പദം ഇസ്മ അലം എന്നാണ് പറയാം. അതായത് മംനൂ മിന സർഫ് എന്ന് പറയും, സർഫാക്കാൻ പറ്റാത്തത്, മാറ്റാൻ പറ്റാത്തത് എന്ന് പറയും. അപ്പോൾ മറിയമ്മ എന്നുള്ളതിനെ മറിയമി എന്ന് എഴുതാൻ പറ്റൂല, അത് മറിയമ്മ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ജെറ് കിട്ടിയിട്ടുണ്ട്, ഫത്ത് കൊണ്ടാണ് ജെറ് കൊടുത്തത്, എപ്പോഴും കെസർ കൊണ്ട് തന്നെ ജെറ് ചെയ്യണമെന്നില്ല. ഇനി ലിൽ ഹവാരിയീന എന്നെടുക്കുകയാണെങ്കിൽ അടിസ്ഥാന പദം ഹവാരിയൂൻ എന്നാണ്. ലീ എന്നുള്ളത് ഹർഫ് ജറ, ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടണം. അപ്പോൾ അവിടെ ഹവാരിയൂൻ എന്നാകുമ്പോൾ റഫിൻ്റെ രൂപ, അതിനെങ്ങനെ ജെറ് കൊടുക്കുക? വാവും നൂനും വരുന്ന ബഹുവചന ഇസ്മുകളാണെങ്കിൽ അതിന് ജെറ് കിട്ടാനോ നെസ്ബ് കിട്ടാനോ ചെയ്യേണ്ടത് ആ വാവ് മാറ്റിയിട്ട് യാ ആക്കുക. അപ്പോൾ ഹവാരിയൂൻ എന്ന് പറയാതെ ഹവാരിയീൻ എന്ന് പറഞ്ഞാൽ ജെറിൻ്റെ രൂപത്തിനും അങ്ങനെ ഉപയോഗിക്കാം, നെസ്ബിൻ്റെ രൂപത്തിനും അങ്ങനെ ഉപയോഗിക്കാം. ഇനി മൻ അൻസ്വാരി ഇലല്ലാ, ഇലല്ലാ എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഇല എന്നുള്ളത് ഹർഫ് ജറാണ്, ഇലയ്ക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടണം. സാധാരണ കെസറുണ്ടോ കെസർ തൻവീനുണ്ടോ, അതുകൊണ്ടാണ് ഇലല്ലാഹി അവസാനത്തിൽ കെസറിട്ടത്. ഖാലൽ ഹവാരിയൂന, ഇവിടെ കണ്ടോ, ഖാല പറഞ്ഞു, ആരാണ് പറഞ്ഞത്? ഹവാരിയൂൻ. അവിടെ ഫായിലിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് അവിടെ ഹവാരിയൂൻ റഫിൻ്റെ രൂപം തന്നെ എഴുതിയിട്ടുണ്ട്. നഹ്നു അൻസ്വാറുല്ലാ, അൻസ്വാറുല്ലാ എന്ന് എടുക്കുകയാണെങ്കിൽ അൻസ്വാർ എന്നുള്ള പദത്തെ അള്ളാഹുലേക്ക് ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം അത് മുലാഫിൻ ഇലേഹിയാണ്, അതിന് ഇറാബ് ജെറ് കിട്ടണം, അതുകൊണ്ടാണ് അള്ളാഹി എന്ന അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. ഫ ആമന ത്വാഇഫത്തുൻ, ആമന എന്നുള്ളത് എന്തുകൊണ്ട് ആമനത്ത് എന്നായി? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അത് സ്ത്രീലിംഗാക്കാനുള്ള കാരണം ആമന വിശ്വസിച്ചു. ആരാണ് വിശ്വസിച്ചത്? ഫായിൽ ആരാണ്? ത്വാഇഫത്തുൻ ഒരു വിഭാഗം. അപ്പോൾ ഫായിലിനനുസരിച്ച് ക്രിയ മാറ്റണം. ഇപ്പോൾ കത്തബ വലതുൻ എന്ന് പറയും, കത്തബ ബിന്തു എന്ന് പറയൂല, കത്തബത്ത് എന്ന് പറയണം. അപ്പോൾ കത്തബത്ത് എഴുതി, ബിന്തുൻ പെൺകുട്ടി. അപ്പോൾ ആ ഒരു ഫായിലിനനുസരിച്ച് ക്രിയയെ മാറ്റണം. ഇവിടെ ത്വാഇഫത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗ പദമായതുകൊണ്ട്
ആമന എന്നല്ല ആമനത്ത് എന്ന് ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഇനി വരുന്നുണ്ട് വ കഫറത്ത് ത്വായിഫത്തുൻ. അങ്ങനെ പറയാൻ കാരണം ത്വായിഫത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് കഫറ എന്ന് പറയാതെ കഫറത്ത് എന്ന് പറഞ്ഞത്. ശരി, ബനി ഇസ്രായേൽ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ബനു ഇസ്രായേൽ എന്നാണ് ശരിക്കും അവിടെ പദം. മിൻ വന്നതുകൊണ്ട് മിൻ ബനു എന്ന് പറയില്ല, മിൻ ബനി എന്നാണ് പറയുക. പിന്നെ ആ ബനു അല്ലെങ്കിൽ ബനി എന്നുള്ളതിനെ ഇസ്രായേൽ എന്നുള്ളതിലേക്ക് ചേർത്തു. ഇസ്രായേൽ എന്നുള്ളത് മുലാഫിൻ ഇലഹിയാണ്, അതിന് ജെറ് കൊടുക്കണം. കാരണം മുലാഫിൻ ഇലഹിക്ക് എപ്പോഴും ഇറാബ് ജെറാണ്. പക്ഷേ ഇസ്രായേൽ എന്നുള്ള പദം നേരത്തെ മറിയം എന്നുള്ള പദം പറഞ്ഞ പോലെ അത് ഇസ്മ അലം എന്നാണ് പറയാം. മംനൂ മിന സർഫ്, അതിൻ്റെ അവസാനത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല, ഇസ്രായേലി എന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഫത്തഹ് കൊടുത്തിട്ട് തന്നെയാണ് അതിന് ജെറ് ചെയ്തത്. അപ്പോൾ ഇസ്രായേൽ എന്നുള്ള പദം കണ്ടു കഴിഞ്ഞാൽ അവസാനത്തിൽ ഫത്തഹാണെന്ന് കാണുമ്പോൾ നെസ്ബാണെന്ന് പറയരുത്, അത് ജെറ് കിട്ടിയ അവസ്ഥയിൽ തന്നെയാണ്. അതിന് ജെറ് കൊടുക്കാൻ ഫത്തഹ് ഇടുകയാണ് ചെയ്യുക, അതിന് വേറെ കെസർ കൊടുക്കാൻ പറ്റാത്ത പദമാണത്. ശരി, ഫ അയ്യദിന, അയ്യദ എന്നുള്ള മാലിയായ പദത്തിൻ്റെ കൂടെ ന എന്ന് ചേരുമ്പോൾ അയ്യദ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഫത്തഹ് മാറി സുക്കൂനായി മാറും, അയ്യദ്. കതബ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ന ചേർക്കുമ്പോൾ കതബ്ന എന്നാണ് പറയാം. ഖലഖ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ന ചേർക്കുമ്പോൾ ഖലഖ്ന എന്നാണ് പറയാം. അവസാനത്തിൽ സുക്കൂന് കൊടുത്തിട്ടാണ് ന എന്നുള്ളതിനെ ചേർക്കുക. അല അദുവിഹിം എന്നെടുക്കുകയാണെങ്കിൽ അദുവു എന്നുള്ളതിൻ്റെ മുമ്പിൽ അല വന്നപ്പോൾ അല അദുവി എന്നായി മാറി. ഫ അസ്ബഹു ലാഹിരീൻ, ഈ കാനയുടെ അഹ്വാത്തിൽപ്പെട്ടതാണ് അസ്ബഹ. അതായത് കാനയുടെ നിയമം പോലെ തന്നെയാണ് അസ്ബഹയുടെ നിയമം വരിക. കാനയുടെ നിയമം എങ്ങനെയായിരുന്നു? കാനയുടെ ഇസ്മിന് റഫ്, കാനയുടെ ഖബറിന് നെസ്ബ്. അതുതന്നെയാണ് ഇവിടെയും. അസ്ബഹ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ, അസ്ബഹ എന്നുള്ളത് അതേ രൂപത്തിൽ തന്നെ വരുന്നില്ല, അസ്ബഹു എന്നുള്ള രൂപത്തിലൊക്കെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇസ്മിന് റഫ് കിട്ടും, അതിൻ്റെ ഖബറിന് നെസ്ബ് കിട്ടും. ഇവിടെ അസ്ബഹ എന്നുള്ളതിൻ്റെ ഇസ്മ ഏതാണ്? അസ്ബഹു എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഫായിൽ ഉണ്ടല്ലോ, വാവ്, അതാണ് അസ്ബഹയുടെ ഇസ്മ. അതിന് റഫ് ആണ്, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. പിന്നീട് ഖബർ ഏതാണ്? ലാഹിറൂൻ എന്നുള്ള ഭാഗമാണ് ഖബർ. ആ ലാഹിറൂൻ എന്നുള്ളതിനെ നെസ്ബ് കൊടുത്തപ്പോഴാണ് ലാഹിരീൻ എന്നായി മാറിയത്. എന്തിനാണ് ലാഹിറൂൻ എന്ന് എഴുതാതെ ലാഹിരീൻ എന്നാക്കിയത്? നെസ്ബ് കൊടുക്കാൻ വേണ്ടി. എന്തിനാണ് നെസ്ബ് കൊടുത്തത്? അത് അസ്ബഹയുടെ ഖബർ ആയതുകൊണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.